ഇവർക്ക് ഇത് ആത്മഹത്യയാണെന്ന് ആക്കി തീർക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജിസ്മോളുടെ മക്കളുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന ആക്ഷൻ കൗൺസിലോ? അതെ, തീർച്ചയായിട്ടും അതെ. അവിടെ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഒരു വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആളെ റിമൂവ് ചെയ്യും. ഇത് കൊലപാതകമാണെന്ന് ആക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. ജിസ്മോളുടെയും മക്കളുടെയും കേസിൽ അത് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. അതെന്താണ് അങ്ങനെ? അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശക്തമായി ഇടപെടുന്നത് പോലെയാണ് തോന്നുന്നത്. ജിമ്മിക്കാണെങ്കിലും വീണ്ടും കല്യാണം കഴിക്കാനൊരു അവസരം കുട്ടികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷായിട്ട് വേറെ ബാധ്യതയൊന്നുമില്ലാതെ വേറെ ഇതുപോലെ തന്നെ ഒരു കുടുംബജീവൻ നയിക്കാനും ഇവൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരാനും തയ്യാറാകില്ല. അത് കാരണം കുട്ടികളൊരു ബാധ്യതയാവുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കാണും, അതായിരിക്കും കുട്ടികളുടെ തട്ടിയത്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജിസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട്, ജിസ്മോൾ മാത്രമല്ല ജിസ്മോളും ജിസ്മോളുടെ മക്കളും അവരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ദുരൂഹതകൾ കുറേ നാളുകളെ നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണുകയുണ്ടായി യൂട്യൂബിൽ. അതിൽ ഒന്ന്, ഈ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന സംഭവം. ആക്ഷൻ കൗൺസിൽ അവരുടെ ഉദ്ദേശം എന്താണ്? അത് സദുദ്ദേശപരമായിട്ട് തുടങ്ങിയൊരു സംഭവമാണോ, അല്ലെങ്കിൽ അതിന് പിന്നിലൊരു അജണ്ടയുണ്ടോ എന്നുള്ളൊരു കാര്യം, ആ ഒരു സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. രണ്ടാമത്തേത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിലൊരു സീനിയർ അഭിഭാഷകയായിട്ടുള്ള ഒരു വ്യക്തി, അഡ്വക്കേറ്റ് ഷീല എന്ന് പറയുന്ന വ്യക്തി, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനലൈസ് ചെയ്ത് പറയുന്ന ചില കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളുമാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. ഇതിന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി സംസാരിച്ച ചില വിഷയങ്ങളാണെങ്കിലും അതിൻ്റെ ഒരു നിയമവിദഗ്ധത പറയുമ്പോൾ അന്നൊരു പേഴ്സ്പെക്റ്റീവ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വീഡിയോ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ആദ്യത്തെ വീഡിയോ ആണ് എന്നെ കുറെ കൂടി ഡിസ്റ്റർബ് ചെയ്തത്. കാരണം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒരു CBIയുടെ സിനിമ ഉണ്ടായിരുന്നല്ലോ, സേതുരാമയ്യർ CBI എന്ന് പറയുന്ന ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലെ യഥാർത്ഥ വില്ലനായിട്ടുള്ള വ്യക്തി, അത് ജഗദീഷ് അവതരിപ്പിച്ച ടൈലർ മണി എന്ന കഥാപാത്രമായിരുന്നു. ആ ടൈലർ മണി എന്ന് പറയുന്ന കഥാപാത്രമാണ് അവിടെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. അവരാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ ഒരു കഥയാണ് എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഈ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ജിസ്മോൾക്കും മക്കൾക്കും നീതി ലഭിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ ആക്ഷൻ കൗൺസിൽ, ആ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലിന്റെ അജണ്ടയെക്കുറിച്ച് സംശയം തോന്നുന്ന ചില കാര്യങ്ങൾ ആണ് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കി, ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിഷേധം നടത്തുന്നതൊക്കെ അറിയിക്കുന്ന ഗ്രൂപ്പിൽ നിന്നൊക്കെ പുറത്താക്കി എന്ന് പറഞ്ഞു. അതെന്താണ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത്? ഇത് കൊലപാതകമാണെന്ന് ആക്ഷേപം ഉന്നയിച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. ജിസ്മോളുടെയും മക്കളുടെയും കേസിൽ അത് കൊലപാതകമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കും. അതെന്താണ് അങ്ങനെ? അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശക്തമായി ഇടപെടുന്നത് പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ ജിസ്മോളുടെയും മക്കളെ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സംഘമാണ് ഈ ആക്ഷൻ കൗൺസിൽ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്തിട്ട് എന്ത് കിട്ടാനാണ്? അതേക്കുറിച്ച് ഭയങ്കര സംശയമാണ്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകാരെയൊന്നും ഇവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയോ വിളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊലപാതകമാണെന്ന് പറയാൻ കാരണം? ജിസ്മോളുടെയും മക്കളുടെയും ഈ ആത്മഹത്യയെ കൊലപാതകമായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ചിത്രീകരിച്ചത്? ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ആദ്യം മുതലേ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ സംഭവം നടന്നേണ്ട ഒരു 3/4 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടെ തൊട്ടടുത്ത് ഒരു ബൈറ്റ് എടുക്കാനായിട്ട് പോയായിരുന്നു. 3/4 മണിക്കൂറിന് ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ ഞങ്ങളാണ് ആദ്യമായിട്ട് ആ സ്കൂട്ടർ അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതും ഇറങ്ങിപ്പോയ വഴിയും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ 100% ആർക്ക് കണ്ടാലും ഉറപ്പായിരുന്നത്. എന്നിട്ട് അവിടെ CCTV പരിശോധിച്ചു. ഒരു CCTV ദൃശ്യങ്ങൾ ആരുടെയും CCTV ദൃശ്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സംശയത്തിൻ്റെ പേരിലും അവിടെയുള്ള ആൾക്കാരുമായിട്ട് ചോദിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആദ്യമൊക്കെ ഇവർ ഞങ്ങളുടെ കൂടെ നിന്നു, അവസാനമായപ്പോൾ ഞങ്ങളെല്ലാം ഒഴിവാക്കുകയാണ്. ഇതുപോലെ മറ്റൊരു വ്യക്തിയുണ്ട്. ഈ രണ്ട് വ്യക്തികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്ന ആളുകളാണ്. ഇവർ ഈ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പിന്നീട് ഇവരെ അതിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണം ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്ന രീതിയിൽ സംശയം തോന്നുന്ന കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നതിനാണ്. എന്തിനാണ് ആക്ഷൻ കൗൺസിൽ ആ വിഷയത്തിൽ ഇടപെട്ട് ഇവർ ഒഴിവാക്കുന്നത്? അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിലിന് എന്താണ് താല്പര്യം? അത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാക്കി തീർക്കണമെന്നാണ് താല്പര്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആക്ഷൻ കൗൺസിലുള്ളവർക്കൊരു താല്പര്യം ഉണ്ടാകണം രൂപീകരിച്ചവർക്ക്. അത് മിക്കവാറും ജിസ്മോളുടെ ഭർത്തൃ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അനുഭവമുള്ള ആളുകളായിരിക്കണം. ഇത് ആത്മഹത്യ മാത്രമൊക്കെ തീർത്താൻ എന്താണ് അഡ്വാൻറ്റേജ്? ആത്മഹത്യ മാത്രമാണെങ്കിൽ ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രമേ വരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ പിന്നീട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ പ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ വരുള്ളൂ. പക്ഷെ ഇതൊരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ 3 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. അമ്മ, 2 പിഞ്ചു മക്കൾ. ഇത് അസാധാരണങ്ങളിൽ അസാധാരണമായ ഒരു കേസായിട്ട് പരിഗണിക്കപ്പെടും. 2 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ, മുങ്ങിയുള്ള മരണമല്ല, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കാം. മുങ്ങിയുള്ള മരണമാണ് കാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല സോൾ റീസൺ. മരണത്തിനുള്ള ഒരേ ഒരു കാരണം അതല്ല എന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടത്തിലെ ചില കാര്യങ്ങൾ നൽകുന്ന സൂചന. അത് അഡ്വക്കേറ്റ് പറയുമ്പോൾ നമുക്കത് കേൾക്കാം. അതിൽ വിഷം കുത്തിവെച്ചിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്.
അതേപോലെ ഏറ്റവും ഇളയ കുഞ്ഞിൻ്റെ തലക്ക് കാര്യമായി അടിയേറ്റെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതൊരു ക്രൂരമായി നടന്ന കൊലപാതകമായി തീരുമ്പോൾ അപൂർവം ഒരു കേസായിട്ട് പരിഗണിക്കപ്പെടുകയും അത്തരം വിഷയങ്ങളിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ വധശിക്ഷ വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ആദ്യം പറഞ്ഞ കേസിനേക്കാൾ കുറെ കൂടി സിവിയർ ആയ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഡിറക്ഷനിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്ന താല്പര്യം ഈ ആക്ഷൻ കൗൺസിൽ ഉണ്ട് എന്ന് തോന്നും. ഇതുപോലുള്ള ആളുകളിൽ നിന്ന് ഒഴിവാക്കാൻ. ഇതിലിപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഈ CCTVയോട് ബന്ധപ്പെട്ടുണ്ട്. സത്യത്തിൽ ഈ വിഷയത്തിൽ ആളുകൾ ഏറ്റവും അധികം സംശയിച്ച കാര്യം എന്താ, 4 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു പോയ ജിസ്മോളുടെയും മക്കളുടെയും ചിത്രം ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോകുന്ന ഏകദേശം 4-5 CCTVകളുണ്ട്. അത് ഒരു പള്ളിയുടെ തന്നെ CCTV ആണ്. അതിൽ ഈ സംഭവം വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരാതായപ്പോഴാണ് ആളുകൾക്ക് സംശയം തോന്നിയതും ഇത് ആദ്യം മുതൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. ആളുകൾ സംസാരിച്ച വിഷയം ഒരു CCTVയിലും ഈ ജിസ്മോളുടെയും മക്കളുടെയും കാര്യം പതിയാത്തതാണ്. അത് എടുത്തു ചോദിച്ചതാണ് ഈ വ്യക്തികൾ. അവർ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 40-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവർ കൊലപാതകമാണ്, ഇതിന് സംശയമുണ്ടെന്നുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ എന്തിന് ഈ ആക്ഷൻ കൗൺസിൽ അവരെ പുറത്താക്കണം? അതാണ് ഏറ്റവും വലിയ സംശയം. ഇദ്ദേഹം പറയുന്നൊരു കാര്യം ശരിയാ, അവർക്ക് മറക്കാനൊന്നുമില്ല എങ്കിൽ പിന്നെ എന്തിന് ഇവരെ പുറത്താക്കണം? ആ രീതിയിൽ കൂടെ ചിന്തിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഈ CCTVയുടെ വിഷയം ചർച്ച ആയി കഴിഞ്ഞപ്പോൾ പിന്നീട് ജിസ്മോൾ പോകുന്ന CCTV ആദ്യം ഒരു ഫോട്ടോ പുറത്തു വന്നു, പിന്നെ ഒരു വീഡിയോ പുറത്തു വന്നു. അതാണല്ലോ ആളുകളെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്ത സംശയം, അതൊന്ന് ഒതുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട മറ്റൊരു യൂട്യൂബറും കൂടി സംസാരിക്കണം. അതുകൂടി കേട്ടു നോക്കാം. മക്കളെ ഇരുത്തിക്കൊണ്ട് ജിസ്മോൾ പോകുന്നതായിട്ടുള്ള ഒരു ചെറിയ സമയത്ത് വിഷ്വൽ കണ്ടായിരുന്നു. ആ വിഷ്വലൊക്കെ ശരിക്കും ഉള്ളതാണോ? അല്ല, അതിങ്ങനെ സിനിമ പിടിക്കുന്ന പോലെ സീരിയൽ പിടിക്കുന്ന പോലെ ഏകദേശം 1 മാസം എടുത്ത് ഒരു പണിപ്പെട്ടുണ്ടാക്കിയ ഒരു സംഭവങ്ങളത്. അതിൽ യാതൊരു വ്യക്തതയില്ല. കാരണം ഞങ്ങൾ 3 ദിവസം എടുത്ത് ഞാൻ ഈ സിജിയുടെ നമ്മൾ ഫീൽഡിൽ കൂടെ പോയി എന്നാൽ മരിച്ചിറക്കിന് അന്നും അതിൻ്റെ അത് കഴിഞ്ഞുള്ള ദിവസങ്ങളെല്ലാം 3 ദിവസത്തോളം ഞങ്ങൾ CCTV ചെക്ക് ചെയ്താൽ ഒരിടത്തും ഇങ്ങനെ ഒരു മൂവി വന്ന് ജിസ്മോളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നാൽ ഒരു 10 തൊട്ട് 2 മണി വരെയുള്ള CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്താൽ. അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെ ജിസ്മോൾ വണ്ടിയായിട്ട് പോയി യാതൊരു ദൃശ്യങ്ങളില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കുകയും അത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയും അത് ഈ ഗ്രൂപ്പിൽ തന്നെ വരികയും ചെയ്തു. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട്. ഞാൻ അറിഞ്ഞ വാർത്ത അങ്ങനെയാണ്. ഈ ദൃശ്യം ജിസ്മോൾ യാത്ര ചെയ്തു എന്ന് പറയുന്ന ഫോട്ടോയും പിന്നീട് വീഡിയോ ഒക്കെ വന്നത് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ഗ്രൂപ്പിൽ തന്നെയാണെന്നാണ്. പിന്നീട് അവിടെ നിന്നാണ് പ്രചരിച്ചതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇത് കൊലപാതകമല്ല, ആത്മഹത്യ തന്നെയാക്കി തീർക്കണം എന്നൊരു വാശി ഈ ആക്ഷൻ കൗൺസിലിനുണ്ട്. സത്യത്തിൽ ഈ ആക്ഷൻ കൗൺസിൽ ആരുടെ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട്. ഇവരൊരു ഉഡായിപ്പ് ടീമാണോ? എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ? ഈ സമരമൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫോക്കസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമ. ആ സിനിമയിലും ഇതേപോലെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു. അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു നടൻ. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രമാണ്. അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഈ ഒരു കൊലപാതകം മറ്റൊരു വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കണം, എന്നിട്ട് അയാൾക്കെതിരെ ആക്ഷൻ കൗൺസിൽ സംസാരിക്കുന്നു, പ്രതിയല്ലാത്തൊരു വ്യക്തിക്കെതിരെ. അപ്പം അതുപോലൊരു ഗൂഢാലോചന ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സിനിമയാണ്. പക്ഷെ ഇവിടെയും ഇവർ ഈ പുറത്താക്കിയ രീതികൾ കാണുമ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ തോന്നുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ആ രീതിയിലും ആളുകളൊന്ന് കരുതലോടെ ഈ വിഷയത്തിൽ ഇരിക്കണം. മാത്രമല്ല അന്വേഷണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ സാങ്കേതികപരമായിട്ടുള്ള പരിശോധനകൾ, രാസപരിശോധന നടക്കണമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സീനിയർ അഭിഭാഷക പറയുന്ന കാര്യമുണ്ട്. ഇത് ഞാനിപ്പോൾ കണ്ടത് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസിൻ്റെയും 4 വയസ്സുള്ള നേഹയുടെയും അതുപോലെ തന്നെ 1 വയസ്സും 2 മാസമുള്ള നോറയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് കണ്ടത്. അതിൻ്റെ കൺക്ലൂഷൻ വന്നിട്ട് മരണകാരണം ഡ്രൗണിങ് ആണ്. അത് സമ്മതിക്കാം. കാരണം ലാസ്റ്റ് കണ്ടീഷനിൽ കൊണ്ട് വെള്ളത്തിലിട്ടു, അത് മരണകാരണമായി ആക്കി മാറ്റിയെടുത്തു എന്നതിനകത്ത് പറയും. ഒരിക്കലും കൈത്തണ്ട മുറിച്ച ഒരാൾ ഒത്തിരി കെമിക്കൽസ് അല്ലെങ്കിൽ പോയിസൺ എന്തോ ശരീരത്തിൽ പല അവയവങ്ങളെയും ബാധിച്ചിരിക്കുന്നു. വയറ്റിനകത്ത് യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളുമില്ല. മക്കൾ 2 പേരും എന്തായാലും ഇത് കുഴഞ്ഞ അവസ്ഥയിൽ. അപ്പോൾ അവർ 4 കിലോമീറ്റർ വാഹനം ഓട്ടിച്ചു പോയി മക്കളെയും കൊണ്ട് ഒരു നദിയിൽ ചാടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വസനീയമായിട്ടുള്ള കാര്യമല്ല. അത് ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച്. പക്ഷേ ഇതിനകത്തുള്ള മരണ കാരണം എന്ന് പറയുന്ന അവസാനത്തിൽ കാരണമാണ്. പക്ഷേ അതിന് മുമ്പുള്ള കാരണങ്ങൾ അത് കെമിക്കൽ അനലൈസിസ് റിപ്പോർട്ടും ലാബ് റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്തുള്ള ഡോക്ടർ ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നതനുസരിച്ച് നോക്കിയാൽ ഇതിനകത്ത് ശരിയായിട്ടുള്ള മരണ കാരണം പറയണമെങ്കിൽ ലാബ് റിപ്പോർട്ടുകളും കെമിക്കൽ അനലൈസിസുകളും വരണം. കാരണം ഇതിനകത്ത് നമുക്ക് 2-3 ദുരൂഹതകളുണ്ട്. കൊച്ചുകുട്ടികൾ മരണശേഷമാണോ കൊണ്ടിട്ടെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ആ നദിയിലെ വെള്ളമാണോ അല്ലാതെ ഉള്ള വെള്ളമാണോ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ റിപ്പോർട്ട് വരണം. ഏത് വെള്ളമാണ്? പക്ഷെ ലെങ്സിൽ ഉണ്ട്, എത്രയുണ്ട്, 30 മില്ലി ഉണ്ട്. വയറ്റിനകത്ത് വെള്ളം കുടിക്കത്തക്ക ആരോഗ്യസ്ഥിതിയിലല്ല ആ കുട്ടികൾ വെള്ളത്തിൽ ഈ നദിയിൽ വീണിട്ടുള്ളതെന്നാണ് എൻ്റെ അർത്ഥം. ചെറിയൊരു ശ്വാസം ഉണ്ടായിരുന്നിരിക്കാം, ശ്വസിക്കുമ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ലെൻസിൽ കയറാൻ സാധ്യതയുണ്ട്. അല്ലാതെ മുഴുവനും നല്ല ആരോഗ്യമുള്ള കുട്ടികളെ കൊണ്ട് വെള്ളത്തിലിട്ടിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മരണമല്ല. കാരണം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടിയുടെ തലച്ചോറിൽ നീരുണ്ടെന്നോ, ആ നീരെന്ന് പറയുന്നത് ഒരിക്കലും വെള്ളത്തിലുള്ള മുങ്ങിവരണത്തിന് നീര് വരില്ല. അത്തരത്തിൽ നീര് വരണമെങ്കിൽ നല്ല
തലയ്ക്ക് ആഘാതം ഏറ്റിട്ടുണ്ടാവണം. അത് ഷാർപ്പായിട്ടുള്ള ഉപകരണം വെച്ചുള്ള അടിയായിട്ട് ഇതിൽ കാണുന്നില്ല. ഇതിനകത്ത് എന്തോ കട്ടിയുള്ള സാധനം ഉപയോഗിച്ച് തലയ്ക്ക് അടിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഈ മക്കളെയും അടിച്ച് അമ്മയുടെ വയറ്റിലും ആകാരമില്ല, കുഞ്ഞുങ്ങളുടെ വയറ്റിലും ആകാരമില്ല ഇല്ല. പിന്നെ യൂറിനറി ബ്ലാഡറിൽ ഒരു തുള്ളി മൂത്രം പോലും ഉള്ളതായിട്ട് ഈ റിപ്പോർട്ടുകൾ 3 പേർക്കും കാണിക്കുന്നില്ല. ഒരു കുട്ടിയുടെ ആമാശയത്തിൽ കുറച്ച് വെള്ള കളറിലുള്ള ദ്രാവകം ഉള്ളതായിട്ട് പറയുന്നു. അത് പാലാണോ എന്താണെന്ന് ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഏതെങ്കിലും കെമിക്കൽസ് പോയിട്ടുള്ള. അതുപോലെ തന്നെ പതയും നിറയും വന്നിരിക്കുന്നു. വെള്ളത്തിൽ വീണ് മരിച്ച ഒരാളുടെ പതയും നിറയും വരണമെന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ദുരൂഹതകൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കടന്നുപോയ ഈ രാസവസ്തു എന്താണോ, കെമിക്കലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസൺ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഇത് കടന്നുപോയ ഭാഗമെല്ലാം കരിഞ്ഞിരിക്കുന്നതായിട്ട് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ ഏകദേശം, കുട്ടികളെയും അതുപോലെ തന്നെ ഈ അഡ്വക്കേറ്റിനെയും ഏകദേശം വക വരുത്തിയതിന് ശേഷം ഈ വെള്ളത്തിൽ എത്തിച്ചതാകാം എന്നുള്ളൊരു നിഗമനമാണ് എനിക്ക്. കാരണം ഈ അഡ്വക്കേറ്റിന്റെ ഇതിനകത്ത് മണൽത്തരികളൊക്കെ കയറിയിട്ടുണ്ട്. അത് നദിയിലെന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഒന്നും ഇത് വ്യക്തമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡ്രൗണിങ് എന്ന് പറയുമ്പോൾ വെള്ളം, എന്നാൽ വയറ്റിനകത്ത് വെള്ളം ചെന്നതായിട്ട് ഒന്നിലും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം വളരെ വിശദമായിട്ട് കേരളീയം ചാനലുണ്ട്, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ കവർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അതുകൊണ്ടാണ് ആ ഭാഗം മാത്രം പറഞ്ഞത്. ഇതിൽ 1-2 കാര്യങ്ങൾ വളരെ കൺസേണിങ് ആയിട്ടുള്ളത്. ഒന്ന്, 10 മണിക്കാണ് ഇവർ പോകുന്നതെന്ന് പറയുന്നു അവിടെ നിന്ന്, അല്ലെ 10 മണിക്ക് കാണാതാവെന്ന് പറയുന്നു. പിന്നീട് ഇവർ മരണപ്പെട്ടു എന്ന് പറയുന്നു. ആ അമ്മയുടെയും മക്കളുടെയും ആമാശയത്തിൽ ഭക്ഷണ പദാർത്ഥമില്ല, ഭക്ഷണം കൊടുത്തിട്ടില്ല. ഒരു സാധാരണ ദിവസമാണെങ്കിൽ മക്കളെങ്കിലും ഭക്ഷണം കഴിച്ചു കാണുമല്ലോ, ഇല്ലേ? 10 മണി വരെ എന്തായാലും മക്കളെ പട്ടിണി കിടുന്ന ഒരു അമ്മയാകാനുള്ള സാധ്യതയില്ല. ജിസ്മോൾ കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അനുഭവിക്കുന്ന മാനസിക അതുകൊണ്ട് കഴിച്ചില്ല എന്ന് വിചാരിക്കാം. പക്ഷെ മക്കളുടെ ശരീരത്തിൽ ഒരു തുള്ളി ഭക്ഷണ സാധനമില്ല ആമാശയത്തിൽ. വെള്ളമില്ല യൂറിനറി ബ്ലാഡറിൽ, എന്ന് വെച്ചാൽ വെള്ളം പോലും കൊടുത്തിട്ടില്ല. ഇത്രയും മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ കുട്ടികൾ നിൽക്കുമോ? ഇതിനകത്ത് മറ്റൊരു വിഷയം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളവരുടെ കഴുത്തിൽ കുത്തേറ്റ പാടുണ്ട്, കുട്ടിയുടെ തുടയിൽ കുത്തുവെച്ച പാടുണ്ട്. അതാര് ചെയ്തായിരിക്കണം? കഴുത്തിൽ ഒരാൾ സ്വയം ഇങ്ങനെ കുത്തുവെക്കുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയ ഒരു കാര്യമല്ല. അത് മറ്റാരെങ്കിലും നിർബന്ധിച്ച് ചെയ്തായിരിക്കണം. അതുകൂടാതെ കഴിച്ച ദ്രാവകം, അതായത് അകത്തുപോയ രാസദ്രാവകം ശരീരത്തെ കരിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കോൺസെൻട്രേറ്റഡ് ആയ ഒരു സംഭവം ആയിരിക്കണം ഇവർ കഴിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം ഉള്ളിൽ പോയിട്ടുള്ള മക്കളായാലും ജിസ്മോളായാലും സ്വസ്ഥമായിട്ടൊന്നും വണ്ടി ഓടിച്ച് പോകാൻ കഴിയില്ല. എൻ്റെ കുട്ടിക്കാലത്തൊരു ഓർമ്മയുണ്ട്, എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ വീട്ടിൽ വെള്ളമാണെന്ന് കരുതിയിട്ട് അസറ്റിക് ആസിഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് കുടിച്ചു. വെള്ളമാണെന്ന് കരുതി പെട്ടെന്നൊന്നും എടുത്ത് കുടിച്ചാണ് കളി കഴിഞ്ഞ് വന്നിട്ട്. അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ ചെക്കൻ്റെ പരാക്രമം. അത് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനായിരുന്നു. ഈ ചെറിയ കുട്ടികൾക്ക് ശരീരത്തെ എരിച്ചുകൊണ്ട് അകത്തു പോകുന്ന ദ്രാവകം ഒരു റിയാക്ഷൻ ഉണ്ടാക്കില്ല, ഒരു കുഴപ്പമില്ലാതെ സ്കൂട്ടറിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കരച്ചിൽ പോലും ഇല്ലാതെ അവർ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാസപരിശോധന തന്നെയാണ്. കാരണം മുങ്ങി മരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് വന്നത്. ആദ്യം അങ്ങനെ തന്നെയായിരുന്നു, മുങ്ങി മരണം. അതുകൊണ്ടാണ് ആളുകൾ ആത്മഹത്യയാണെന്ന രീതിയിൽ ആദ്യം ചിന്തിച്ചുകൊണ്ട്, പിന്നീടാണ് ഈ CCTVയോട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വന്നത്. പക്ഷേ അതിന് വേറെ സാധ്യതകളുണ്ട്. പൂർണ്ണമായും മരണപ്പെട്ടിട്ടില്ല എങ്കിൽ പുഴയിലെ വെള്ളം ശരീരത്തിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. അതേസമയം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ശ്വാസകോശത്തിൽ 30 ml വെള്ളമുണ്ട്, പക്ഷേ വയറിൽ ഒരു തുള്ളി വെള്ളമില്ല. കാരണം വയറിലേക്ക് വെള്ളം പോകാനുള്ള ഒരു ആരോഗ്യസ്ഥിതി പോലും ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പാതി ജീവൻ, എനിക്കറിയാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. ആ പാതി ജീവൻ കൊണ്ട് ഈ പുഴയിൽ എറിഞ്ഞു കളഞ്ഞ മാനസികാവസ്ഥ. എന്തായാലും വളരെ ശക്തമായ ഒരു അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പിന്നിലുള്ള ആളുകൾ പിടിക്കപ്പെടും. പിന്നെ ഈ വീഡിയോ ആദ്യം ഇൻട്രൊഡക്ഷനിൽ ഒരു സംഭവം പറഞ്ഞിരുന്നു. ആദ്യം അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയെങ്കിലും ഞാൻ വിചാരിക്കുന്നു ഞാനൊന്നുകൂടെ പ്ലേ ചെയ്യാം. ജിമ്മിക്കാണെങ്കിൽ വീണ്ടും കല്യാണം കഴിക്കാൻ അവസരം കുട്ടികൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫ്രഷ് ആയിട്ട് വേറെ ബാധ്യതയൊന്നും ഇല്ലാതെ വേറെ ഇതുപോലെ തന്നെ ഒരു കുടുംബജീവൻ നയിക്കാനും എൻ്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വരാനും തയ്യാറാകില്ല. അത് കാരണം കുട്ടികൾ ബാധ്യതയാവുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്തു വേണം, അതായിരിക്കും കുട്ടികളെ തട്ടിയത്. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു ഞെട്ടലുണ്ടാക്കിയാലും പിന്നീട് ഞാൻ വിചാരിക്കുന്നത് ഒരു കോൺസ്പിറസി തിയറി ആയിരിക്കും. കാരണം എന്തെങ്കിലും സംഭവം വരുന്ന നാട്ടിൽ ഇതുപോലുള്ള ഒരുപാട് കോൺസ്പിറസി തിയറികൾ പുറത്തിറങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെയാണെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഇതാണ് സത്യമെങ്കിൽ നമ്മൾ കണ്ടതിൽ ഏറ്റവും ക്രൂരനായ ഒരു വ്യക്തിയായിരിക്കണം ഇയാൾ. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു കോൺസ്പിറസി തിയറി മാത്രമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു സാഹചര്യത്തിൽ അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ട മക്കൾ, അല്ലെങ്കിൽ അമ്മ ബോധരഹിത നിലത്ത് വീണിട്ടുണ്ടാകാം, അത് കണ്ട മക്കളുണ്ടാകാം, മക്കളെ ഒരുപക്ഷെ സാക്ഷികളായിട്ട് വരുമെന്ന് കണ്ടപ്പോൾ അവരെയും ഇല്ലാതാക്കിയത്, അങ്ങനെ ഒരു സാധ്യത. പക്ഷേ ഇതൊക്കെ ഒരു കോൺസ്പിറസി സിദ്ധാന്തമെന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് മറ്റ് അറിവുകളൊന്നുമില്ല. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരാളുണ്ട്, അത് അവിടുത്തെ വേലക്കാരിയാണ്. അവരെ പിടിച്ച് കാര്യമായി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പുറത്തു വരും. അതുമാത്രമല്ല, ഇതിലെ കുറെ കൂടി ശക്തമായ അന്വേഷണം. ഇങ്ങനൊരു മെല്ലെപ്പോക്കാണെന്നുള്ളതിൽ ഒരിക്കലും ഒരു നീതി അവർക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും തെളിവുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കോടതിയും ശക്തമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടും. അങ്ങനെയെങ്കിലും അവർക്കൊരു നീതി ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.